നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ മാങ്ങ അച്ചാറാണ്. അതിനാവശ്യമായിട്ടുള്ള മാങ്ങ ഇത്തിരി നീളത്തിൽ കനത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മൾ പലതരത്തിലുള്ള അച്ചാറുകൾ കഴിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറാണിത്. ഇത് കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കുറേശ്ശെ മാങ്ങ ഇട്ടിട്ട് വേണം നമുക്കത് വാട്ടിയെടുക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി. അത് വെളിച്ചെണ്ണ ഓയിലൊന്നും പാടില്ല, നമ്മൾ നല്ല എണ്ണ തന്നെ വേണം. നല്ല എണ്ണയിൽ അത് കുറേശ്ശെ ബാച്ചായിട്ട് അതിങ്ങനെ വറുത്ത് കോരിയെടുക്കുക. വറുത്ത് കോരിയതിന് ശേഷം അത് ഉടഞ്ഞു പോവരുത്, നന്നായിട്ട് വെന്ത് ഇതാവരുത് എണ്ണയിൽ. ഇതേപോലെയുള്ള ഒരു കളറാകുമ്പോൾ നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാൻ പറ്റും. അതിനുശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ മുളക് പൊടി, വറ്റൽ മുളക്, ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത്, ഒപ്പം തന്നെ കായപ്പൊടി കൂടി ചേർക്കുക. അതിനുശേഷം ഇത് നന്നായി വഴറ്റുക. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ മുളക് പൊടിയും വറ്റൽ മുളകും കായപ്പൊടിയും ഒക്കെ കൂടിയിട്ട് നന്നായി വഴറ്റിയിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണ തെളിയണ വരെ ആയിട്ട് നമുക്ക് പ്രത്യേക മണവും ഉണ്ടാവും. ഒപ്പം തന്നെ അതിലൊരു ബ്രൗൺ കളറാവും. അതിന് ശേഷം എന്ത് വേണം, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങ അതിൽ ചേർക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീ വളരെ കുറവായിരിക്കണം. അതിനുശേഷം നമുക്ക് ആ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാങ്ങയും ആ നമ്മളിട്ട കൂട്ടും കൂടിയിട്ട് മിശ്രിതവും കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം. എപ്പോഴും അച്ചാറിന് എപ്പോഴും കുറച്ച് മുന്നേ ഉപ്പ് നിൽക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായി എണ്ണ തെളിയണ വരുന്ന ആ ചെറു തീയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അച്ചാർ തയ്യാറായി. വളരെ അധിക കാലം തന്നെ അത് സൂക്ഷിച്ചിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും. വെള്ളത്തിലൊരു അംശമില്ലാതെ കുപ്പികളിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് ഉപയോഗിക്കാം.